ഇന്നത്തെ എൻ്റെ ടോപ്പിക്ക് എ ഡിറ്റക്ഷൻ ടൂൾസ് ആണ്. അപ്പോൾ എ ഡിറ്റക്ഷൻ ടൂൾസ് എന്ന് സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കണ്ടന്റ്, അതൊരു ടെക്സ്റ്റ് ആകാം, അല്ലെങ്കിൽ ഒരു പിക്ചർ ആകാം, വീഡിയോസ് ആകാം. ഇത് ഒരു മനുഷ്യനുണ്ടാക്കിയതാണോ അതോ ChatGPT ഓർ ജെമിനി പോലുള്ള സോഫ്റ്റ്വെയർ ജനറേറ്റ് ചെയ്തിട്ടുള്ളതാണോ എന്ന് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു സ്മാർട്ട് സോഫ്റ്റ്വെയർ ആണ് എ ഡിറ്റക്ഷൻ ടൂൾസ് എന്ന് പറയുന്നത്. മെയിൻ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ കണ്ടന്റിന്റെ ഒറിജിനാലിറ്റി നോക്കാനും, സ്കൂൾ കുട്ടികളിൽ കോപ്പി എടുക്കുന്നുണ്ടോ അതൊക്കെ പ്രിവെന്റ് ചെയ്യാനും, അസൈൻമെന്റ്സ് എല്ലാം ഒറിജിനൽ ആണോ എന്ന് ചെക്ക് ചെയ്യാനൊക്കെ യൂസ് ചെയ്യുന്നു. അതുപോലെ തന്നെ ജേർണലിസം, അതിൽ ഫേക്ക് ന്യൂസ് ഡിറ്റക്ട് ചെയ്യാനും ഇതെല്ലാം എ ഡിറ്റക്ഷൻ ടൂൾസ് യൂസ് ചെയ്യുന്നുണ്ട്. സോ ഇതിനകത്ത് എ ഡിറ്റക്ടേഴ്സിൽ മെയിനായിട്ട് 2 കാര്യങ്ങളാണ് ഫോക്കസ് ചെയ്യുന്നത്: പെർപ്ലെക്സിറ്റിയും ബേർസ്റ്റ്നെസ്സും. എന്താണ് പെർപ്ലെക്സിറ്റി എന്ന് പറഞ്ഞാൽ ടെക്സ്റ്റിൽ അടുത്തൊരു വേർഡ് ഈസി ആയിട്ട് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റും എന്നത് നോക്കുന്നതാണ് പെർപ്ലെക്സിറ്റി എന്ന് പറയുന്നത്. ലോ പെർപ്ലെക്സിറ്റി ഉണ്ട്, ഹൈ പെർപ്ലെക്സിറ്റി ഉണ്ട്. ലോ പെർപ്ലെക്സിറ്റിയിൽ എപ്പോഴും വളരെ കൺസിസ്റ്റന്റും ലോജിക്കും ആയിട്ടുള്ള വേർഡ്സ് ആയിരിക്കും പറയുന്നുണ്ടാവുക. അപ്പം ഇത് യൂസ് ചെയ്യുന്നതുകൊണ്ട് ലോ സ്കോർ ഓഫ് എ ആണെങ്കിൽ നമുക്ക് പറയാം അത് മനുഷ്യൻ ജനറേറ്റ് ചെയ്ത വേർഡ്സ് ആണ് അല്ലെങ്കിൽ ടെക്സ്റ്റ് ആണെന്ന് പറയാം. ഇഫ് ഹൈ പെർപ്ലെക്സിറ്റി ആണ്, മനുഷ്യൻ കൂടുതലും അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള വേർഡ്സും വേരിയേഷൻസും ആയിരിക്കും ഇതുകൊണ്ട് പ്രെഡിക്റ്റ് ചെയ്യുന്നുണ്ടാവുക. പിന്നുള്ള ബേർസ്റ്റ്നെസ് ആണ്, അത് സെന്റൻസ് ഋതമാണ്. ബേർസ്റ്റ്നെസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെന്റൻസിന്റെ ലെങ്ത്തും സ്ട്രക്ചറിലുള്ള നാച്ചുറൽ ആയിട്ടുള്ള വേരിയേഷൻസ് ആണ്. സോ ലോ ബേർസ്റ്റ്നെസ് എന്ന് പറഞ്ഞാൽ വളരെ യൂണിഫോം ആയിട്ട് എഴുതാൻ ടെൻഡ് ചെയ്യും. എല്ലാ സെന്റൻസും ഓൾമോസ്റ്റ് സെയിം ലെങ്ത്തിൽ ഉണ്ടാവും. അപ്പോൾ ഹൈ ബേർസ്റ്റ്നെസ് എന്ന് പറയുമ്പോൾ മനുഷ്യൻ വലിയ സെന്റൻസും ചെറിയ സെന്റൻസും ഒക്കെ മിക്സ്ഡ് അപ്പ് ആയിട്ടായിരിക്കും കൊടുക്കുന്നുണ്ടാവും. സോ അതുകൊണ്ട് ടെക്സ്റ്റിൽ ഒരു ഡൈനാമിക് ഫ്ലോ വരും. ഡിഫറെന്റ് എ ഡിറ്റക്ഷൻ ടൂൾസ് ഉണ്ട്, കുറേ ഉണ്ട്. അതിനകത്ത് കുറച്ച് ടൂൾസ് പറയാം. ഒന്നാമത്തെ ടൂളാണ് ടേണിറ്റിംഗ്. ഇത് ആക്ച്വലി എഡ്യൂക്കേഷൻ സെക്ടറിൽ വളരെ പോപ്പുലർ ആയിട്ടാണ്. പ്ലാഗറിസം ഡിറ്റക്ഷൻ നടത്താനും ഒക്കെയാണ് ടേണിറ്റിംഗ് യൂസ് ചെയ്യുന്നത്. പിന്നൊരു ടൂളാണ് originality.ai. അത് ബ്ലോഗേഴ്സും വെബ്സൈറ്റ്സും മാർക്കറ്റിംഗ് ഏജൻസ് അവരൊക്കെയാണ് യൂസ് ചെയ്യുന്നുണ്ടാവും. അതിന്റെ മെയിൻ പർപ്പസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കണ്ടന്റ് പബ്ലിഷ് ചെയ്യുന്നതിന് മുന്നേ ഇതിലിട്ട് ചെക്ക് ചെയ്യും, ലൈക്ക് ആണോ അല്ലെങ്കിൽ എന്തെങ്കിലും പ്ലാഗറിസം ഉണ്ടോ എന്ന് രണ്ടും ഒരുപോലെ കണ്ടുപിടിക്കാൻ ഹെൽപ്പ് ആക്കുന്നതാണ് originality.ai. ഇതിന്റെ മെയിൻ ജോബ് എന്ന് പറയുന്നത് ഒതന്റിസിറ്റി ചെക്ക് ചെയ്യാനാണ്. ടെക്സ്റ്റിൽ കണ്ടുപിടിക്കുകയും പിന്നെ വേറെ എവിടെന്നെങ്കിലും കോപ്പി അടിച്ചതാണോ എന്ന് ഒരു സ്കാനിങ്ങിൽ ഇത് അറിയാൻ പറ്റും. ഗൂഗിൾ എപ്പോഴും ഹെൽപ്ഫുൾ, റിലയബിൾ, എക്സ്പേർട്ട് ആൻഡ് ഒറിജിനൽ ആയുള്ള കണ്ടന്റിന് മാത്രമായിരിക്കും റാങ്ക് ചെയ്യാൻ ഇഷ്ടപ്പെടുള്ളൂ. സോ ലോ ക്വാളിറ്റി ആയിട്ടുള്ള കണ്ടന്റ് വെബ്സൈറ്റിൽ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ റാങ്കിങ് എപ്പോഴും താഴേട്ട് പോകും. സോ ഇത് പ്രിവെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒറിജിനാലിറ്റി ഹെൽപ്പ് ആക്കുന്നുണ്ട്. പിന്നൊരു ഡിറ്റക്ഷൻ ടൂളാണ് കോപ്പി ലീക്സ് എന്ന് പറയുന്നത്. ഇത് ബിഗ് കമ്പനീസ്, ഗ്ലോബൽ പബ്ലിഷേഴ്സ്, ഇന്റർനാഷണൽ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഒക്കെയാണ് യൂസ് ചെയ്യുന്നുണ്ടാവുക. ഇതിന്റെ മെയിൻ വളരെ ഇതെന്ന് പറഞ്ഞാൽ അക്യുറസി വളരെ കൂടുതലായിരിക്കും. അപ്പോൾ കുറെ ലാംഗ്വേജസിൽ ഡിറ്റക്ട് ചെയ്യും. അതുപോലെ തന്നെ ടെക്സ്റ്റിൽ സ്പെസിഫിക് ആയിട്ട് ഉണ്ടാവുന്ന ഡൗട്ടുള്ള ലൈൻസ് എല്ലാം ഹൈലൈറ്റ് ചെയ്ത് കാണിക്കും. സോ അക്യുറസിയുടെയും മൾട്ടിപ്പിൾ ലാംഗ്വേജ് ഡിറ്റക്ഷന്റെയും ഒരു കിങ് ആണ് കോപ്പി ലീക്സ് എന്ന് വേണമെങ്കിൽ പറയാം. സോ ആണോ അതോ ഇതെന്തെങ്കിലും പ്ലാഗറിസം കോപ്പി അടിച്ചതാണോ അല്ലെങ്കിൽ രണ്ടും കൂടി മിക്സപ്പ് ആയിട്ടുള്ളതാണോ എന്ന് ഒരുപോലെ കണ്ടുപിടിക്കാൻ ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഡിറ്റക്ഷൻ ടൂളാണ് കോപ്പി ലീക്സ് എന്ന് പറയുന്നത്. പിന്നെ GPT-0 ഉണ്ട്. ഒരു കണ്ടന്റ് എഴുതിയതാണോ എന്ന് ക്വിക്കായിട്ട് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് GPT-0 യൂസ് ചെയ്യുന്നത്. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ ടീച്ചേഴ്സ്, ഇപ്പോൾ സ്റ്റുഡൻസ് എഴുതിയ അസൈൻമെന്റ്സ് ഒക്കെ ChatGPT യൂസ് ചെയ്തിട്ടാണോ എന്നൊരു ഡൗട്ട് വന്നു കഴിഞ്ഞാൽ ടീച്ചേഴ്സ് അത് യൂസ് ചെയ്ത് ചെക്ക് ചെയ്യാം. അതുപോലെ തന്നെ ഇൻഡിവിജ്വൽ റൈറ്റേഴ്സ്, ഇപ്പോൾ സ്വന്തമായിട്ട് എഴുതിയ റൈറ്റപ്പ് എല്ലാം ബേസ്ഡ് ആണോ അല്ലെങ്കിൽ കണ്ടന്റ് റിലേറ്റഡ് ആയിട്ട് ഒരു സാമ്യം വരുന്നുണ്ടോ എന്ന് വേണമെങ്കിൽ ചെക്ക് ചെയ്യാനും GPT-0 യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ ഉള്ള ഡിറ്റക്ഷൻ ടൂളാണ് ക്വിൽബോട്ട് ഡിറ്റക്ടർ എന്നത് ക്വിൽബോട്ട് ടൂളിന്റെ തന്നെ ഒരു എക്സ്ട്രാ ഫീച്ചർ ആണ് ക്വിൽബോട്ട് എന്ന് പറയുന്നത്. ഇത് ഒരു ടെക്സ്റ്റ് ജനറേറ്റർ ആണോ, ലൈക്ക് ChatGPT പോലുള്ള മോഡൽസ് യൂസ് ചെയ്ത ടെക്സ്റ്റ് ആണോ ഇല്ലെങ്കിൽ ഹ്യൂമൻ എഴുതിയതാണോ എന്ന് ഐഡന്റിഫൈ ചെയ്യാൻ ഉപയോഗിക്കുന്നതാണ്. ക്വിൽബോട്ട് ഡിറ്റക്ടർ ആക്ച്വലി ഒരു ബേസിക് ടൂളാണ് ടെക്സ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള. അതിന്റെ ഫോക്കസ് മെയിൻലി ക്വിൽബോട്ട് പാരാഫ്രേസിംഗ് യൂസേഴ്സിനെ ടാർഗറ്റ് ചെയ്തിട്ടാണ്. സോ ഇതെല്ലാമാണ് കുറച്ച് ഡിറ്റക്ഷൻ ടൂൾസ് എന്ന് പറയുന്നത്. താങ്ക് യു.